ചന്ദ്ര നീ ഉണ്ടല്ലോ, നിനക്ക് ഓക്കെ അല്ലേ ചന്ദ്ര? എനിക്ക് ഓക്കെ അല്ല. അതെന്തായാലും നിന്നെ കൂട്ടല്ലല്ലയാ. ഇല്ല ഞാൻ ചതിക്കില്ല. അയ്യോ ചതിക്ക് പേര് കേട്ടവൻ, അവൻ ചതിക്കൂല പോലും. ഇത് ഒത്തിരിമയുടെ ഒരു കളിയാണ്. ചന്ദ്ര നമ്മൾ ഒത്തൊരുമിച്ച് തീർത്ത കളിയുടെ കഥയൊന്നും നീ പറയല്ലേ. അതേത് കളിയാണ് നമ്മള് ചെയിൻ ടുഗദർ ഇരുന്ന ഒരു ഇരിപ്പുണ്ടായിരുന്നു. എന്റെ അമ്മോ, ഇരുന്നത് 4 വീട്ടിലാണെങ്കിലും ചങ്ങല വരെ ഇട്ടിട്ടായിരുന്നേ. ഹലോ എന്തൊക്കെ പറഞ്ഞാലും അളിയ ഇവന്മാരെ സടിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം ചന്ദ്രൻ നമ്മളെ കൂടെ ഉണ്ടായിരുന്നേ. ഈഗിൾ ബ്രോ പറഞ്ഞാണോ ചന്ദ്രനും ഇത് അറിഞ്ഞ് ചന്ദ്രനും ഉണ്ടെന്ന് പറഞ്ഞാണോ? ഇപ്പം പറയല്ലേ ചന്ദ്രൻ പറയല്ലേ, ഇട ഞാൻ എന്റെ അടുത്ത് പറഞ്ഞില്ലടാ, എന്നെ ആരും വിളിച്ചില്ലടാ. നീ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ പാവപ്പെട്ടവരെ നീ മനസ്സിലാലോ, ചെറുക്ക് എങ്ങനെ തോന്നിയടാ ഈ നോക്കിയ പറയാൻ? നീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞോണ്ടല്ലോ ഓക്കെ പറഞ്ഞവൻ. എടാ വാറ്റ ചന്ദ്രനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ നീ ഓക്കെ പറഞ്ഞേ? ചന്ദ്രനുണ്ടെന്ന് പറഞ്ഞു. ചന്ദ്രൻ എടുത്തില്ലെന്ന് പറഞ്ഞു. നിന്നെ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെന്ന് പറഞ്ഞു. നമ്മളെല്ലാരും തന്നെ ഇപ്പൊ വീശിരിക്കണ 5 പേര്, പക്ഷെ രായൻ തേഞ്ഞ് പാവടാ, രായനെ കേട്ടാടാ. ഇറ്റാച്ചിയുടെ തൂറ്റില് മാറിയില്ലല്ലോ. നിങ്ങൾ വെയിറ്റ്, ഞാൻ പറഞ്ഞുതരാം. ഇറ്റാച്ചി 1, ഞാൻ 2, ബാബു 3, ബാല 4, ഗോകു 5, 6. ഇനി എവിടെ സൈസ്? അഞ്ചരിക്കലേ പറ്റുള്ളൂ. ഒരു കാര്യം പറട്ടാ, ഈഗിളിനെ വീട്ടിൽ കറണ്ട് ഇല്ല. പിന്നെ കൊച്ചിലല്ലേ ഈഗിള്? എടാ കൊച്ചിയിലെന്ത് കറണ്ട് വെക്കൂടെ? കേരളം മുഴുവൻ പോർക്കട്ടുണ്ട്. ഇവിടെ കറണ്ട് ഒന്നും പോടുന്നില്ല. ഇവിടെ ഇപ്പോഴും ഉണ്ട് കറണ്ട്. രാവിലെയാണ് കറണ്ട് പോണത്, രാവിലെ 10 മണിക്ക്. ഇല്ലല്ല നിങ്ങൾ കളിച്ചോ. ഞാൻ അങ്ങനെ പോലെ ഇറ്റാച്ചി, അങ്ങനെ സാഡ് ആയിട്ട് പോലെ നീ. അങ്ങനെ പോലടാ, അങ്ങനെ പോവുകയാണെങ്കിൽ നിന്റെ സ്റ്റീമിന്റെ ഐഡിയും പാസ്വേഡും തന്നിട്ട് പോയി എനിക്ക് ഗെയിം വാങ്ങിക്കണ്ടല്ലോ നീന്ന്. അതെ, എന്തെങ്കിലും ഉപകാരം ചെയ്യണം. എന്തെങ്കിലും ഒരു ഉപകാരം, എന്തെങ്കിലും കൊണം. അല്ല എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ട് പോടാ, ഇങ്ങനെ വെറുതെ പോലെടാ. അല്ല ബാലൻ പോകത്തില്ല, കാരണം ബാലിന് കളിക്കാനുള്ളതാ ഞങ്ങളോടെ. ബാലിന് ഇത് കളിച്ചിട്ട് വേണം 1-ാം തരം ഒരു കണ്ടന്റ് വെട്ടാൻ. ഇന്നലെ കണ്ടന്റ് ഒന്നും നേരെ കിട്ടിയില്ലെന്നാ പറഞ്ഞേ. ഇല്ല നമ്മള് കളിച്ചാ അത് എടുക്കൂല, പുതിയത് എടുക്കുള്ളൂ. അതത്രേ ഉള്ളൂ അളിയാ. വാറ്റണ്ണ നമ്മള് കളിച്ചു വെച്ചത് എപ്പ കണ്ടിന്യൂ ചെയ്യും? ഇപ്പൊ അതമ്മ ഇന്നെന്തായാലും ഇവന്മാര് രണ്ടുപേരും ഇന്നത്തേക്കേ ഉള്ളു, മനസ്സിലായില്ലേ? അയ്യോ വാറ്റേ അളിയാ, കൺസിസ്റ്റന്റ് ആണേ ഞാൻ കൺസിസ്റ്റന്റ് ആണേ. ബാബു ഈഗിൾ ഇന്നത്തെ ഉള്ളു. ഇടി ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറ, നീ സത്യസന്ധമായിട്ട് എന്തെങ്കിലും പറ. നീ എന്നെ കൂടെ സ്കാം ചെയ്യല്ലേ, ഇങ്ങനെ സ്കാമർ ആക്കല്ലേ നിന്നെ. അളിയാ മെനിങ്ങാന്ന് ഞാൻ ലൈവ് ഇട്ടു, അതിനുശേഷം ഈഗിളോടെ ഡിസ്കോഡ് ചെയ്തിരുന്നു. ഇന്നലെ ആരെങ്കിലും ലൈവ് ഇട്ടാ കൂടെ കളിക്കാന്നും പറഞ്ഞിരുന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ സിറ്റി കയറി ചന്ദ്രനെ കുതിര വെച്ച് 3 വട്ടം ഇടിച്ചിട്ടു. അളിയാ ഇന്നലെ നമ്മള് ഞാൻ നിന്നെ ഒരു 3-4 വട്ടം ഇടിച്ചിട്ട് ഈഗിൾ അത്ര ആഗ്രഹിച്ചെന്ന് പറഞ്ഞല്ലോ, അവനെ ഇതാക്കല്ലടാ. അങ്ങനെ ആരാ ചന്ദ്രൻ മുസംബിനെക്കാട്ടും വലിയ ആളാണ് കേട്ടോ ചന്ദ്രൻ. മുസംബി ചെറുത്. ഇവിടെ കേട്ടറിയാൻ കറണ്ട് ഇല്ലെന്ന്. കറണ്ട് ഇല്ലടാ ഇവിടെ. മൈല് കൊച്ചിലല്ലേ ഇവിടെ അല്ലേ? ഞാൻ ഇവിടെ ഉണ്ടോ? ഇവിടെ കറണ്ട് ഇല്ല. ഇൻവെർട്ടർ ഉണ്ടല്ലോ. അളിയാ ഇന്ന് PC-യില് രാവിലെ ഉച്ച തൊട്ടേ മൊത്തം സോഫ്റ്റ്വെയറും അതും ഇതും എല്ലാം ഇൻസ്റ്റാൾ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കിനും അതിനകത്ത് ചാർജ് തീർന്നു. വൈകുന്നേരം തൊട്ട് ഇവിടെ കറണ്ട് ഇല്ലടാ. ഭയങ്കര ഇവിടെ ഒടുക്കത്തെ മഴ ഇവിടെ. ഇപ്പൊ എന്ത് കറണ്ട് ഇല്ലേ? ഹലോ, ഇപ്പൊ കറണ്ട് ഇല്ലേ? കറണ്ട് ഇല്ല, ഇല്ലടാ കറണ്ട് ഇല്ലടാ. വിളിക്കണോ? അവിടെ ആരെങ്കിലും വിളിക്കണോ? മെയിൻ ആയിട്ട് ആരെങ്കിലും വിളിച്ച് സംസാരിക്കണം. ദയവ് ഇത് ആരെയും വിളിക്കണ്ട, ആരും വിളിക്കണ്ട. കറണ്ട് വന്ന അപ്പൊ തന്നെ ഞാൻ വന്നോളാം. അല്ല KCB-ല് നമുക്ക് ശരത്തേണ്ട ആളുണ്ട്. മറ്റേ ഇടീന്റെ സാധ്യത കൂടുതലാണ് എറണാകുളത്ത്. ഇടിയോട് കൂടിയ മഴ, നിലയ്ക്കാത്ത മഴ എന്നാണ് കേട്ടത്. അതൊക്കെ അങ്ങനെയാണ് ചന്ദ്രു. നീ
നോക്കി കറണ്ട് വന്ന് വെയിറ്റ് ചെയ്യുന്നു. എടാ എന്തിനാ നശിച്ച ചിന്താഗതി കണ്ണാപ്പി, നിനക്ക് എന്താ നേടാനുള്ളത്? ഇപ്പൊ അങ്ങനല്ലേ വന്ന് പോകുന്ന സ്വാഭാവികമല്ലേ ഭവിച്ചത്? എന്താണ് ഭവിച്ചത്? എടാ പക്ഷെ ഇത് രാവിലെ തൊട്ട് പോയതാടാ, ഇതുവരെ വന്നില്ല, ഇപ്പഴേ വന്നേ. അപ്പൊ തന്നെ നീ പോകുന്നു പറഞ്ഞാ? ആണോ? ലൈവ് ഇടട്ടെ ആ ഓക്കെ 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 ഓക്കെ. നോക്കി കിട്ടാ ചേട്ടാ. ആലോചിച്ചിട്ടാ ഇത്ര ഇപ്പൊ ലേറ്റ് ആയി 10 മിനിറ്റ് ലേറ്റ് ആയി. എന്തൊക്കെ പ്രശ്നം. എടാ എന്തിനാ ഇരുട്ടാ? ആണ്ടിലൊരിക്കലാണ് അവൻ live എടാ സത്യോടാ. സത്യം കേട്ടാ. അങ്ങനെയാണെങ്കിൽ ഗോകു നിന്നെ അല്ല അല്ലെങ്കിൽ വേണ്ട മാറ്റേ, കുറച്ച് പതുക്കെ ഇട്ടാ മതി, നമുക്ക് കുഴപ്പമില്ല. കോഴിക്ക് വില കുറവാണ് ഇപ്പൊ. മാറ്റേ കോഴിക്കൊക്കെ 3 ദിവസമായിട്ട് വില ഇത്തിരി കുറവാ. ഈ കുറച്ച് പതുക്കെ ഇട്ടാ മതി, കറണ്ടൊക്കെ വരും. 1-2 ദിവസം ഇടായിരുന്നാലും കുഴപ്പമില്ല. ഞാൻ ഇത് കേട്ടെ നിന്റെ ഇത് ബാല നിന്റെയിലാണ് ഇന്നലെ കളിച്ചത് അതോ ഗോകുന്റെ മാറ്റേ അപ്പഴേ ഗെയിം പർച്ചേസ് ചെയ്ത് വെക്കുവാണേ. എടാ നമ്മളിന്ന് കളിക്കാൻ പോയില്ലേ, തികളെന്താ എങ്ങനെ? അപ്പൊ നിങ്ങൾക്ക് സ്വന്തം കാര്യം എല്ലാവർക്കും വേണ്ടി ഞാൻ കളിക്കാൻ വന്ന അവന്മാര് കണ്ട സ്വന്തം കാര്യം ചിന്ത. വലിയ കളികള്. എടാ പൈസ എറിഞ്ഞ് കുറച്ച് സംഭവങ്ങള് റെഡിയാക്കുക. അടേ വാറ്റേ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എങ്ങനെ ആരൊക്കെ ഉണ്ട് കളിക്കാൻ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ? നമ്മള് ഓക്കെ അപ്പൊ ഞാനും ഈഗിൾ ബ്രോയും ഉണ്ട്. ഞങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ട്? ഈഗിൾ ബ്രോയും ബാബു സേട്ടും കളിക്ക്. രണ്ടുപേരുടെ കളി വേണമെന്ന് വെച്ചാലേ പുട്ടുപോലെ ഇരുന്ന് തീരും കേട്ടാ. നമുക്ക് ഇത് കളിക്കേണ്ട ആവശ്യം, നമുക്ക് പുഷിന്റെ കണ്ടിന്യൂ ചെയ്യാം. ആ അത് കൊള്ള ഐഡിയ കേട്ടാ. ഇന്നുണ്ടാക്കട്ടെ ശരി. രണ്ട് ടീമില്ലാത്തവരുത്ത ശരിയാണല്ലേ ബാബു ഈഗിളും ഒറ്റയ്ക്ക് രണ്ടുപേരും കൂടെ ജയിപ്പിക്കുന്നത്. വാറ്റേ നീ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ കളിക്കും മാറ്റേ കേട്ടാ. നീ ഇപ്പൊ യവന്മാര് പറഞ്ഞായിട്ട് നീ മൈൻഡ് മാറ്റല്ലേ. എനിക്ക് വിഷമായടാ ഞാൻ. എടാ നീ ആദ്യമായിട്ടല്ലോ ഒരാളെ മുമ്പിക്കണേ. നമ്മൾ 5 പേരും നിനക്ക് വേണ്ടിട്ട് ഇവിടെ 6ാമത്തെ ആൾക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോ നീ നമ്മളെ കളഞ്ഞിട്ട് പോവാണല്ലേ. നിങ്ങളെല്ലാം വിളിച്ച് തെറ്റാക്കി പറഞ്ഞേ. ചന്ദ്ര നിന്നെ വിളിച്ചതാ, നീ ഓൾറെഡി വരാന്ന് പറഞ്ഞത്. ഇവിടെ വെച്ച് ഇവന്മാരെ കണ്ടിട്ട് നീ നിന്റെ ടോൺ മാറ്റിയതാ. നീ അലമ്പല്ലേ, നീ കള്ളനാ, നീ പഠിച്ച കള്ളനാ ചന്ദ്രു. കാരണം ചന്ദ്രനെ വിളിച്ചിട്ടാണ് എന്നെ വിളിക്കുന്നേ. എന്നെ വിളിച്ചില്ലെങ്കിൽ ബാബു എന്റെ മോൻ. ഓ അപ്പൊ അല്ലെങ്കിൽ നീ തന്തയില്ലാത്തവൻ എപ്പോഴത്തേം പോലെ. അല്ലെങ്കിൽ ഞാൻ നിന്റെ അല്ലെങ്കിൽ നീ എപ്പോഴത്തേം പോലെ തന്തയില്ലാത്തവൻ. ഓക്കെ സമ്മതിച്ച് തന്തയില്ലാത്തവൻ. നീ കുടിഞ്ഞിട്ട് ഇവനുള്ളത് കൊടുക്കാം. വാറ്റ ഒരു കാര്യം ചെയ്യുവാ, നമ്മൾ ഈഗിൾ ബ്രോ വിളിച്ചല്ലോ, നമുക്ക് പോയി കളിക്കാം. ഇവനെ വിളിച്ചില്ലെന്നല്ലേ പറഞ്ഞ, വേണ്ട. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ അല്ല നിങ്ങൾ ആരൊക്കെയാ കളിക്കുന്നത് ഇപ്പൊ ശരിക്കും പറ, നിങ്ങളുടെ ടീം പറ. ഓ ചന്ദ്രൻ നിങ്ങളുടെ ടീമിലുണ്ടല്ലേ, അപ്പൊ പിന്നെ വാറ്റ് കൊടുക്കണ്ട ആ ഗെയിം. വാറ്റ് ഞങ്ങള് വേറെ ഗെയിം കളിക്കാൻ പോണ്, ഞങ്ങൾക്ക് സമയമില്ല. കണ്ണാപ്പി നീ ഉണ്ടോ? ഒരു സ്ലോട്ട് ഉണ്ട്. ഓക്കെ അപ്പൊ ബ്രോ, ഞാന്, കണ്ണാപ്പി, വാറ്റ്, അടുത്ത് എലിയെ കൂടെ വിളിക്കാം. എലി കിടില കോംബോ ആയിരിക്കും, എലിയെ വിളിക്കാം. ഹലോ ഊമ്പിച്ചല്ലേ ഫോൺ വിളിച്ചിട്ട് നമുക്കിത് കളിക്കണ്ട. ചന്ദ്രൻ കള്ളണ്ടാ. ചന്ദ്രനെ പോലത്തെ ഒരു ഫ്രോഡ്. ബാലൻ ചന്ദ്രൻ ആ ഡിസ്കോഡിൽ കേറുക ഫസ്റ്റ്. രണ്ടുപേർക്ക് ഞാൻ നിങ്ങൾ ടൂർണമെന്റ് കളിക്കുന്നില്ല,
എടാ കണ്ണാപ്പി കണ്ണാപ്പി നമുക്ക് ടീം ഇറക്കണ്ടേ? അല്ല നമ്മൾ കണ്ണാപ്പിയൊക്കെ എന്റെ ടീമാ. ആവശ്യമില്ല. അവനെ already കൊണ്ടുപോകാൻ team ബാബു ആക്കി. ഇല്ല. എടാ എന്താ ഞാനുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ ബാബു, ലിസ്റ്റ് ഇടുവായിരുന്നു. ഇത് ഞാൻ പറയട്ടെ, വാസോണ് ലിസ്റ്റ് ഇടാൻ പറഞ്ഞു. അതില് പേരിട്ടുള്ളത് എല്ലാം വാസോണ്. ഇത്തിരി തിരക്കായി പോയി, പേരുടെ സമയം കിട്ടിയില്ല. സബിലിരിക്കാൻ പറ്റില്ല. ഞാൻ വേണമെങ്കിൽ ഇതിനു വേണ്ടി ഞാൻ വിചാരിച്ച ഒരാഴ്ച ഗ്രൈൻഡ് ചെയ്യാന്നാ വിചാരിച്ചേ. ഇനിയിപ്പോ കുഴപ്പമില്ല ബാബു, കമന്ററി കയറി കമന്ററി കയറാൻ സമയത്തില്ല. എടാ എനിക്ക് ചന്ദ്ര എനിക്ക് ഒരു തന്തയില്ലാത്തവൻ പറഞ്ഞതും കേൾക്കണ്ട, അത് വേറൊരു തന്തയില്ലാത്തവൻ എന്റെ അടുത്ത് പറയും വേണ്ട, മനസ്സിലായോ? എനിക്കൊന്നും വേണ്ട. ചന്ദ്രനെ വിളിച്ചായിട്ടിവിടെ നീ കേട്ടിട്ട് കേട്ടവനും കേൾക്കാതെ ഒരു ചുമ്മാ ഇരു, ഞാൻ വേറെ ടീം ഇറക്കാൻ പോണു. ഒരു മിനിറ്റ്. ചന്ദ്രൻ ആ ടുബോർഗ് ഉണ്ട് കണ്ട. നീ കളിക്കുന്നില്ലെങ്കിൽ ഞാൻ ബാബുവിനെ കയറ്റി ടുബോർഗ്. അതെന്ത് വർത്താനം സംസാരിക്കുന്നത്? എന്നാ രജിസ്റ്റർ ചെയ്യും. ഞാൻ 100% ഉറപ്പ് പറയാം, ടൂർണമെന്റിന്റെ തലേദിവസം രണ്ടുമാര് കാണൂല, ഞാൻ കയറിക്കോളാം. ആ സമയത്ത് കയറിക്കോളാം. ഉറപ്പാണ്. ആയിരിക്കും ഒന്നേ കറണ്ട് കമ്പ്യൂട്ടർ എന്തെങ്കിലും സാധനം കത്തിപ്പോകുമാരുടെ. എവിടെ രജിസ്റ്റർ ചെയ്യണ്ടേ? ഒരു ടീമിൽ 10 പേരാ. ലൈവിൽ കേറ് എന്റെ ലൈവ് ജോയിൻ ചെയ്ത് കേറി ഉടനെ നേരെ ചെന്നിട്ട് ഇവിടെ ഒരു ഇതുണ്ട് അവിടെ. അത് എടാ ഇത് വെബ്സൈറ്റ് വഴിയല്ലേ ഉള്ളൂ, അത് ഡിസ്കോഡിലും ചെയ്യണോ? രജിസ്ട്രേഷൻ കണ്ട, രജിസ്ട്രേഷൻ ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യാ. ഇവിടെ ക്ലിക്ക് ചെയ്യാതെ ഇവിടെ ജോയിൻ എന്ന് പറഞ്ഞുണ്ട്. ഇവിടെ ലോഗിൻ കൊടുക്കുക, കണക്ട് ചെയ്യുക. ഡിസ്കോഡ് കൊണ്ടുപോരാ ഹലോ കൊടുക്കുക. ഇവിടെ ഈ സാധനം കൊടുക്കണം. എന്നിട്ട് ക്ലോസ് ചെയ്യാം. അപ്പം ലോഗിൻ ആയി കഴിഞ്ഞു. ഇത്രയും ചെയ്യ് പെട്ടെന്ന്. ഇന്ന് തന്നെ ചെയ്തത് തന്നെ. ഞാൻ എനിക്കൊന്നും വേണ്ട, ഞാൻ ആരെങ്കിലും ആദ്യം കിണ്ടാ നോക്കട്ടെ ഇതിന്ന്. ഞാൻ ഇത് ബാബു, എവിടെ നോക്കട്ടെ. ഓ അത് കൊള്ളാം കേട്ടാ. ഈ ലെഫ്റ്റിൽ നിൽക്കുന്ന അപ്പാപ്പനാണോ? ഓ അങ്ങനെ, ഞാൻ വിചാരിച്ച അപ്പാപ്പൻ വേറെ ടീം ഇറക്കുവാന്ന്. അങ്ങനല്ല, എടാ എങ്കിൽ പിന്നെ എക്സ്ലാൻഡിസ് എക്സ് ഈഗിൾ ബ്രോ അല്ലെ ഈഗിൾ ബ്രോ ലെഫ്റ്റിൽ നിർത്തണം. ഇത് എനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട് കേട്ടോ. എഴുതിയിരിക്കുന്ന അനുസരിച്ച് അത് നിർത്താനുള്ളായിരുന്നു കേട്ടോ. അത് ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി അല്ലേ? അല്ലരായ പറ്റിയല്ലേ? എവിടെ അത് നോക്കട്ടെ, അത് നോക്കട്ടെ. അവരാതി മക്കളൊന്ന് അലക്കണം, നിർത്തുവാ. അനൗൺസ്മെന്റ് ലിങ്ക് ഉണ്ട്. പൊന്നളിയാ, ഞാൻ നിനക്ക് അയച്ചു തന്നു. നിനക്ക് കണ്ടൂടെ ഇതാ കിടക്കണം. 3 പേർക്ക് അയച്ചു ലിംഗത്തിന്റെ ഫോട്ടോ നടക്കുന്ന ടീം. ഡിസ്കോഡിൽ കയറി നോക്കണം ലൈവ്. മണ്ടനാ ചന്ദ്ര, നീ മണ്ടനാടാ. ഇത്രയും നേരം കാണിച്ചു തന്നിട്ട് ഒന്നും കണ്ടില്ലെന്ന് പറഞ്ഞാ. ഇനി സൈറ്റ് ഞാൻ അയച്ചു തരാം നിനക്ക്. rgcofficial.tv/ ഇതാണ് ചന്ദ്രു, പഴയ ചന്ദ്രു അല്ലടാ, പിണക്കോടാ. ഭയങ്കര പിണക്കം കേട്ടോ ചന്ദ്ര. പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കേട്ടോണ്ടിരുന്നില്ല ആവശ്യമായിട്ട്. നിന്റെ ഉറ്റ നൻപനാണ്. ഞാൻ പറയാം, നിന്റെ ഉറ്റ നൻപനാണ്. ഇതുപോലെ രൂപനാവരെന്ന് പറയണം അവനോട്. മനസ്സിലായില്ലേ? ഇറങ്ങിപ്പോയില്ല, കൈ തട്ടിയതാ. പിണങ്ങേഷ്. ഞാൻ പറഞ്ഞില്ലേ, ചന്ദ്രൻ എന്തേലും പറഞ്ഞു ഞാൻ കേറി പിടിക്കും. അല്ല, കേറി പിടിക്കാനാണല്ലോ നീകൻ. എടാ അവര് പിടിക്കാലെങ്കിലും കണ്ട നിനക്ക് എന്തുണ്ടാ? എന്നിട്ട് എന്റെ അടുത്തോട്ട് വന്നില്ല കേട്ടോ കണ്ണാ, നിന്റെ അടുത്തോട്ട് സ്കിപ്പ്. അളിയാ ബാബു, പറയാളിയാ
കളിക്കാൻ ആളുണ്ടെന്ന് പറഞ്ഞോണ്ട് ഒരാൾ ലൈവ് ഒക്കെ ഇട്ട ആര് ഈഗിൾ ബ്രോ വേറെ ഇത് കളിക്കാവുന്നതോ ഇവിടെ പിണങ്ങിപ്പോയി ചന്ദ്രനൊക്കെ പിണങ്ങിപ്പോയി അളിയ ചന്ദ്ര വാ ഞാൻ ഉണ്ട് ഇന്ന് ഞാൻ ഉണ്ട് രായ ഫസ്റ്റ് ആരെ ഒഴിവാക്കണോന്ന് പറഞ്ഞത് എന്നറിയാവോ ഇവിടെ ചന്ദ്രൻ രായൻ ഇന്ന് കാണൂല അവന് പകരം വേറെ ആളെ കയറ്റാന്ന് ഞാൻ വിചാരിച്ചു നീ അത് കേട്ടിട്ടാണോ വന്നതെന്ന് ഇത് വേറൊരു ഇതാണ് ഒരു പ്രശ്നമില്ല കേട്ടോ യവന്മാരടുത്ത് 5 മിനിറ്റ് സംസാരിക്കാൻ എല്ലാം ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ പിണങ്ങല്ലേ ചന്ദ്ര പി ചന്ദ്രൻ പിണകേഷ് ചന്ദ്രൻ പി ചന്ദ്രൻ ചെയ്തു നീ എന്തിനാ അലക്കണം നീയൊക്കെ അവൻ പറഞ്ഞ റിപ്ലൈ ഓക്കെ ഞാൻ മന്ദാരത്തിനെ വിളിക്കട്ടെ അവനാണ് രജിസ്റ്റർ ചെയ്യണം നീ ബാബുശേ. CSK യുടെ leader ആയിട്ട് അവനാണ് ചെയ്യണല്ല അവൻ ചെയ്യണം അവൻ എന്തിട്ട് പേരിട്ടേക്കണേ ചന്ദ്രൻ അസാൾട്ട് എന്തോ ചന്ദൻ സൈലന്റ് കില്ലർ എന്ന് ചന്ദ്രൻ CSK കിട്ടേക്കണ ഫുൾ നൈറ്റ് ചന്ദ്ര ചന്ദ്ര കളിയാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇതെന്താ കളിയാ കീപ് ദാറ്റ് ചിരി വയ്യടേ എന്തുവാണ് കീപ് ദാറ്റ് ചിരി ഉണ്ടോ ആരുടെയില് സ്ക്രീൻ ഷെയർ ഇട്ട് നോക്കട്ടെ സ്ക്രീൻ ഷെയർ ഇട്ട് നോക്കട്ടെ ചേച്ചിയുടെ പെങ്ങളുടെ അടുത്ത് കയറി പറഞ്ഞു ഇത്യാച്ചിയുടെ പെങ്ങളെടുത്താ ആർപ്പില്ല ആർപ്പില്ലേ ഓക്കെ വീണ്ടും സംസാരങ്ങൾ പിണങ്ങിയാടാ clear ആവണം. സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണം ആ ഡേവിസ് എന്താ പറയുന്നത് ഇപ്പൊ അതല്ല ഇവിടത്തെ വിഷയം അതല്ല ഇവിടത്തെ വിഷയം എന്ന് പറയുന്നത് ഇപ്പം വിഷയം കീപ് ദാറ്റ് ചിരി നോക്കട്ടെ അല്ല അതിലും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ പിണങ്ങേശാവുന്നതാണ് ഇറങ്ങി പോടാ എന്താ കണ്ണ അണ്ണാ വീരപ്പൻ അതാരാ അണ്ണാ അണ്ണനല്ല അന്നേടാ അന്നാനോ യോ സോറി വാസോണ്ണന്നൊക്കെ ഇത്തിരി നേരം പറഞ്ഞിട്ട് പെട്ടെന്ന് അണ്ണാ വീരപ്പൻ മൂന്നേരെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഓജി പെങ്ങളൊന്നുമല്ല ആ അപ്പൊ അടാ ഒരു മിനിറ്റ് ചന്ദ്ര ഒന്ന് കണ്ടോട്ടെ നീ കുണ്ടണി കാണിച്ചതാണെന്ന് മനസ്സിലായി ഇപ്പൊ ബാല ചെയ്തില്ലേ ബാല ഒന്ന് പ്ലേ ചെയ്തടാ നോക്കണം എടാ എല്ലാരും ഒന്ന് ഡിസ്കൗണ്ട് നോക്കിയാടാ ചെയ്തോ ഫിഫിക്കുട്ട താങ്ക് യു സോ മച്ച് ഫിഫി ഓ അനുവാദമൊക്കെ പറഞ്ഞിട്ട് പോകുന്ന എന്തോ മിണ്ടല്ലേ ആരും നല്ല ചിരിയാണ് Keep that chili. Good at what? Good at everything. Good at everything. Thank you so much. ഇറക്കി അങ്ങ് പോയിട്ട് വരാന്ന് പറഞ്ഞു എങ്ങോട്ട് വരാന്ന് പോയിട്ട് ആ വഴിക്ക് പോയാ പോരെ Keep that chili. ഇവൻ ഇത് ഒരു ടിവിയെ ചന്ദ്രല്ല ഇവൻ ഇതുപോലെ ടിവിയെ കണ്ണാപ്പിയാണ് ശരിക്കുള്ള കണ്ണാപ്പി രണ്ട് കണ്ണാപ്പി വാ തുറന്ന് താറാവിനെ പോലെ ലുക്കുള്ള കണ്ണാപ്പിയാണ് ഞാൻ ചന്ദ്ര 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 പക്ഷേ ചന്ദ്ര അതെന്തൊരു സംസാരം 3 ടീമും മെയിൻ തന്നെ കേട്ടാ അല്ലല്ല ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്തൊരു എടാ മെയിൻ ലൈനപ്പ് ഉണ്ടോ ഇതില് അല്ല ഇവിടെ ആരും മെയിൻ ടീം എന്ന് പറഞ്ഞാലും അത് ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഞാൻ മറ്റേ ടീമിലാണ് ഉദ്ദേശിച്ചത് അവസാനം നമ്മള് ജയിച്ചു കഴിയുമ്പോഴേ ലാസ്റ്റ് ടൂർണമെന്റിനും വള്ളി ടീംസ് വിഷയം പെർഫോമൻസ് ആയിരുന്നേ
ഓക്കെ മാറ്റിയുടെ സോറി എടാ നമുക്ക് ബാക്കി എടാ, നമുക്ക് എടാ, ഗ്രേവി. ഇതിൽ അന്താരാഷ്ട്ര പ്രശ്നം ഒന്ന് ഞങ്ങൾ കണ്ടോട്ടെ ഒന്ന് ഇത് കണ്ടു തീർക്കാവോ 1 മിനിറ്റ് കൂടെ വാ പ്ലേ മൊത്തം പറ്റില്ല ഒഴുകി ഒലിക്കുന്നുണ്ടോ അവന്റെയൊക്കെ ബ്രോ നിങ്ങൾ എന്താ കളിക്കാൻ പോണേ ഓൾ ദി ബെസ്റ്റ് കീപ് ദാറ്റ് ചിരി കീപ് ദാറ്റ് ചിരി ചിരി ബ്രോ കീപ് ദാറ്റ് ചിരി നാണമൊക്കെ കണ്ടോ അത് അല്ല പറയുന്നത്? ചന്ദ്രൻ ഇവിടെ ചിരിച്ചത് ഇത് വാസവൻ ചന്ദ്രന്റെ അടുത്ത് പറയുമായിരുന്ന അല്ലല്ലല്ല. Discord Discord- ഇരിക്കാതെ. ഓ അങ്ങനെ അല്ലല്ല ഞാൻ ഓക്കെ ഒന്ന് ഓക്കെ മാറ്റി വിട്ടോ വെച്ചോ, തൊലി ഇരിക്കുന്നുണ്ട്, ഇത് കണ്ടിട്ട്. ഡ്രീമർ പറഞ്ഞത് അത് ഇവളോടാണോ ഇവളോടാണോ അത് ശരിക്കും എക്സ്ക്യൂസ് മീ കീപ് ദാറ്റ് ചിരി ഓക്കെ Vasu, you're a nice guy. താങ്ക് യു സോ മച്ച് Vasu, I also like your chiri. Keep it up. താങ്ക് യു സോ മച്ച് അവിടെ കണ്ടൊരു ചിരി. പക്ഷേ ആ കുട്ടി ചന്ദ്രനോട് തിരിച്ചു പറഞ്ഞില്ല വാമിച്ചേട്ടാ ആ കുട്ടി ചന്ദ്രനോട് തിരിച്ചു പറഞ്ഞില്ല. ചന്ദ്ര ഞാൻ ഒരു കാര്യം പറയട്ടാ ചന്ദ്ര കൊറേ നാള് മുന്നേ ഒന്നും ഇത്രക്ക് ഇല്ലായിരുന്നോട്ടാ ഇത്രയും ഒലിപ്പില്ലായിരുന്നോട്ടാ അത് ശരി ശരി ഇനി ഞാൻ അടുത്ത കഥ പറയാം കണ്ണാപ്പി ഒത്തിരി ചിരിച്ചല്ലേ അല്ല കണ്ണാബി അറിയണല്ലോ അവൻ അങ്ങനെ പറയണവര് നീ നിന് പേടിക്കണേ അവൻ പറയട്ടാ ഒന്നും അല്ലെങ്കിൽ കണ്ണാപ്പി ഒറ്റന്റെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ ഒരു പൊടിക്കൊക്കെ അടങ്ങണം നമ്മള് ഇത് പറയേ തോന്നിയാസം വിളിച്ചു പറഞ്ഞോ തോന്നിയാസം വിളിച്ചു പറഞ്ഞേ ഞാൻ പറയട്ടെ ബാബുച്ചേട്ടി ചന്ദ്ര സോറി അതിന് വേണ്ട ചന്ദ്ര കണ്ണാപ്പി വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല പിന്നെ കണ്ണാബി ഒരു ബൈക്ക് ആകുമ്പോ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ വേറൊരാൾ ഉപയോഗിക്കും നമ്മൾ വിൽക്കണം വിറ്റ് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കും അതിനൊന്നും ഒരു കാര്യമില്ല ഇതെന്താ അല്ല വേറെന്തോ ടോപ്പിക്കല്ലേ കണ്ണാപ്പി അപ്പൊ നീ എന്നോട് പറഞ്ഞതല്ലേ അവനോട് പറഞ്ഞു ഒരു കാര്യം പറയട്ടെ ഇതൊരു തീരുമാനം ഉണ്ട് ഇത് ആരെ കളിക്കുന്നത് ഇതെന്താ കളിക്കുന്നത്? അത് ഈ ഗോഗ് പൊലയാടി ഞാനൊരു കാര്യം പറയാം ഞാനൊരു കാര്യം ഞാനൊരു നല്ല ടീം ഇട്ടുതരാം തൊണ്ടൊക്കെ പോയേട്ടാ ഞാൻ നല്ലൊരു ടീം ഇട്ടുതരാം ഡ്രീമർ ബാബു ചേട്ട് ഇല്ല ഞാൻ ചന്ദ്രന്റെ പേര് പറ്റി കണ്ണാപ്പി നിട്ടാ അല്ല കൊന്നാ ഞാൻ നിന്നിട്ട് പോലില്ലല്ലോ ടൂർക്കെ പിന്നെ ഇതൊക്കെ ഒരു ദിവസം കളിച്ചു കീപ് ദാറ്റ് ചിരി എന്നൊക്കെ പറയുമ്പോൾ ഒലിപ്പിക്കുന്നവന്റെ പേരാണ് ശരിക്കും കണ്ണാപ്പി റിയൽ ലുക്കുള്ള കണ്ണാപ്പി എന്താ കണ്ണാപ്പി അല്ല ഒന്നുമില്ല ചന്ദ്രൻ ഒന്നുമില്ല ഇതൊന്നും എന്തൊക്കെയാണ് ബാബുച്ചേട്ടി കണ്ണാപ്പി പേരിട്ടെങ്കിൽ ആ പേരിന്റെ ഒരു ഇത് വേണം മനസ്സിലായില്ലേ ആ പേരിനോടൊരു കമ്മിറ്റ്മെന്റ് ചന്ദ്രൻ കാണിച്ച കണ്ടില്ല കമ്മിറ്റ്മെന്റ് അതിനോട് എന്താ ചെയ്യാൻ പോണേ 1 2 3 4 5 6 7 8 രായ എന്തോ പറയുന്നുണ്ട് രായം പറയും ശരി രായ കീപ് ദാറ്റ് ടോക്ക് ഞാനൊരു കാര്യം പറയാം കണ്ണാപ്പി ഇവിടെ വന്ന് ഇന്നലെ വന്നാലും കണ്ണാപ്പി ഇല്ല ഞാനില്ല അപ്പൊ വാസവനെ കയറ്റി കളയുന്നില്ല പ്രശ്നം തീർന്നല്ല നിന്നെ തട്ടാനാണ് പരിപാടി നിന്നെ തട്ടാനാണ് പരിപാടി എനിക്കറിയാം ഈ ഭാഷണം തുടങ്ങിയാല് ബാക്കി കുറച്ചു പേരെ വെച്ചാൽ കയറ്റിയാ പോരെ നിങ്ങള് എന്തിനാണ് ഇനി വേറെ ഇതായിട്ട് തുടങ്ങുന്നത് അല്ലേ കണ്ണാപ്പി ഞാൻ ഒരു കാര്യം മനസ്സിലായില്ലേ നമ്മൾ ഇന്നലെ കളിച്ചോണ്ടിരുന്നത് വാറ്റണ്ണൻ ചന്ദ്രൻ ഞായണ്ണൻ ബാലൻ ഇറ്റാച്ചി ടൂബോർക്ക് മനസ്സിലായ ഇതിൽ കളിക്കാനുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇറങ്ങി ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ത്യാഗം ചെയ്യല്ലേ ദയവേത് ത്യാഗം ചെയ്യല്ലേ എന്നാ പിന്നെ നിങ്ങൾ എല്ലാരും ഇറങ്ങും ഞാൻ എന്താ ഇറങ്ങുന്നത് ഞാൻ ഇറങ്ങൂല പോടാ എന്നെ കിക്ക് ചെയ്തിട്ടല്ലേ നിന്റെ കിക്ക് ചെയ്ത് വിട്ടിട്ട് ഞാൻ അകത്ത് കയറുള്ളൂ ആദ്യം ഓക്കെ അപ്പൊ എല്ലാം ഓക്കെ ചന്ദ്രൻ പോയല്ലേ ഓക്കെ ഓക്കെ എന്നാ നിങ്ങൾ കളിച്ചോ ഞാൻ ഇറങ്ങി നിങ്ങൾ ചുമ്മാ അണ്ണനില്ല ആരും പോരുത് അണ്ണനില്ല ഇല്ലേ ഇല്ല വോയിസ് ഡിലേ എന്ന് ആൾക്കാർ പറയുന്നത്
മൂടുപോയി അവസ്ഥ. എടാ ലൈവിന്റെ തുടക്കത്തിൽ എന്തെങ്കിലും പറഞ്ഞ സ്ഥിരാവും കേട്ടോ. എടാ നമുക്ക് നേരെ ലൈവിൽ പോയിട്ട് നമുക്ക് കമന്റ് ഇടാടാ, അത് ഏറ്റവും ആൾക്കാർ പിടിച്ചോളൂ. നേരെ ലൈവിൽ പോയിട്ട് നമുക്ക് എടാ ഈഗിൾ ബ്രോയുടെ ലൈവില് കണ്ണാപ്പി ഇരിക്കുന്നു. അല്ല ഈഗിൾ ബ്രോ തന്നെ അത്. അത് പറഞ്ഞു മൈൻഡ് ഫക്ക് ആയിന്ന്. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അവരെ വിളിച്ച് ചോദിക്കട്ടെ ഗൈസ്. എനിക്ക് ബാബു വേണ്ടാന്നാണോ? പക്ഷെ ലെഫ്റ്റ് സൈഡില് ഞാൻ എന്തായാലും ഫുഡ് കഴിക്കാൻ പോവാ. കിക്കില് ടെസ്റ്റ് സ്ട്രീം ഇട്ട് നോക്കിയപ്പോഴും എല്ലാം ഓക്കെ ആയിരുന്നു. അല്ല നിങ്ങളെ കളി എന്തായാലും നാലാമത്തെ ലെവല് എത്തുമ്പോ മെന്നിയുടെ 2 PC ഫാഡ് വെച്ച് കണക്ട് ചെയ്ത് മെന്നിയുടെ ഇങ്ങനല്ല, അതാ ഞാൻ പറഞ്ഞത്. മെന്നിയുടെ ഇതുപോലല്ല ചെയ്തേക്കുന്നത്. എടാ അവിടെ വോയിസ് ഇല്ലെന്ന് പറയുമ്പോ ഈഗിൾ ബ്രോയുടെ ചുണ്ടിന്റെ പ്രശ്നം എന്നൊക്കെ പറയുന്നത് അവരത്തന്മാര്. എന്തൊക്കെയാടാ പറയുന്നത്? ലിപ്പിന്റെ പ്രശ്നമാണെന്നത്. കൊറേ ഉച്ചോട്ടിരിക്കുക ഗൈസ്. ഞാൻ ഈ ടവലും പിടിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഉച്ചോട്ട് ഞാൻ ഇരുന്ന് ഒന്നാതെ അലർജി. എടാ പറയുമ്പോ ഇന്നലെ PC എല്ലാം വരെ ചുവന്ന കളറിൽ സെറ്റ് ചെയ്തല്ലേ? എടാ പോയടാ ഇറങ്ങിയിട്ട്. നിന്റെയൊക്കെ വല്ലാത്ത പ്രാക്കനെ ഉള്ള കാര്യം പറയാടാ. എന്തൊരു പ്രാക്കടാ നീയൊക്കെ. നിർത്തിടാ. എടാ അതിന്റെ ഇടയിൽ വോയിസ് ഡിലേ കേട്ടോ. വോയിസ് ലാഗ് അടിച്ചപ്പോ ഒറ്റ കമന്റ് പറയല്ലോ ഇത് ചുണ്ടിന്റെ പ്രശ്നമാണ്. അപ്പൊ തന്നെ ആള് ലൈവ് നിർത്തി. ആണോ? റീസ്റ്റാർട്ട് ചെയ്യാൻ പോയതല്ല, അണ്ണൻ പോയതാ, നിർത്തി പോയതല്ലേ, സെൻഡ് ചെയ്ത് പോയതാ. സൗണ്ട് ഇഷ്യൂ ആണ്. അത് റീസ്റ്റാർട്ട് ആക്കിയ ശരിയാവൂലേ? അല്ല സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അണ്ണന്റെ PC-യില് 2 ഇതുണ്ട്. 2 കമ്പ്യൂട്ടർ ഉണ്ട്. ഒന്നില് ലൈവ് ഇടാനും ഒന്നില് ഗെയിം കളിക്കാനും. ഡിലേ വന്നു, മനസ്സിലായോ? അതാ സംഭവം. ഇല്ല വരുമെന്ന്, വീണ്ടും വരുമെന്ന് ആവശ്യമില്ല. വരും. വരാന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഇല്ല എന്നാലേ എനിക്ക് ഇവിടത്തെ ഒരു ടീം അടിച്ച് പിരിയണത് കാണാം. അളിയ എനിക്ക് ഒരു സീനില്ല അളിയ പറഞ്ഞ. എനിക്ക് ഇവിടെ വന്ന ഈഗിൾ ബ്രോ തിരിച്ചു വന്നാലേ ഈഗിൾ ബ്രോ തിരിച്ചു വന്നാൽ ഇന്ന് ഇവിടെ ഒരു വലിയ അടി കാണാം. തമ്മിലടിച്ച് ആരൊക്കെ വേറെ ടീമാവുമെന്ന് എനിക്കറിയണം. അതിനായിരിക്കുന്നത്. ഒരു വലിയൊരു സംഭവം കട്ടായി. എന്താടാ? അല്ല ബാബു എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു. അണ്ണ ഇത്ര ടൈം വരും, വരാമ്പോ പറയാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത്. സത്യം ഫുൾ പ്ലാനിങ് ഇരിക്കുവാടാ. എടാ അങ്ങനെയല്ല, സത്യമായിട്ട് ഞാൻ ഇന്ന് ലൈവ് ഇടൂലായിരുന്നേ. ഉറപ്പായിട്ട് ഇന്ന് ലൈവ് ഇടില്ലായിരുന്നു. ഇന്ന് രാവിലെ തൊട്ട് ഫുൾ അലച്ചിലായിരുന്നു കടയുടെ കാര്യങ്ങളും പേപ്പർ വർക്കും ആയിട്ട്. എന്നിട്ട് ഇപ്പൊ ഈഗിൾ ബ്രോ വിളിച്ചിട്ട് എന്തായാലും ഇന്ന് കളിക്കാൻ കാണുള്ളതാന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും കളിക്കാൻ കയറണം. അപ്പൊ സൈഡിൽ കൂടെ ലൈവ് ഇട്ടോണ്ടിരിക്കാമല്ലോ എന്ന് പറഞ്ഞാണ് ലൈവ് ഇട്ടത്. അപ്പൊ ഈഗിൾ ബ്രോ ഇന്ന് വന്നില്ലെങ്കിൽ ഈ കളി നടക്കൂല, ഞാൻ പട്ടി പോസ്റ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈഗിൾ ബ്രോ എങ്ങനെ വരാൻ ഞാൻ പറയണം. ഈ ഡിസ്കോഡിന്റെ VC ഒന്ന് പുഷ് ടോക്ക് ഒന്ന് മാറ്റി. ഞാൻ കുറെ നേരമായിട്ട് സംസാരിക്കാൻ നോക്കുന്നു. പുഷ് ടോക്ക് നിനക്കെന്തിനു പുഷ് ടോക്ക് ആവുന്ന? ഈ VC പുഷ് ടോക്കാ. ഇതോ ഈ വിഷം ഫോർ എ റീസൺ. എടാ ഇപ്പൊ ഇത്രയും നേരമല്ലേ ഞാൻ അതല്ല ഇത് പുഷ് ടോക്കാ. എടാ മെയിൻ സീൻ എന്താ ഈഗിൾ ബ്രോ എങ്ങാനും വന്നില്ലെങ്കിലേ ഇപ്പൊ ഇവന്മാര് നമ്മളെ കൂടെ ഈഗിൾ ബ്രോ ഉള്ളതുകൊണ്ട് എന്റെ ഈഗിൾ ബ്രോയും കൂടെ ചേർത്തിട്ട് ഈഗിൾ ബ്രോ ഒരു ടീം ഉണ്ടാക്കാനാ നോക്കുന്നത്. ഈഗിൾ ബ്രോ എങ്ങാനും ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഇവന്മാരെ ടീമിൽ കയറാൻ കിടന്ന് താങ്ങണം. ഞാൻ ഇവന്മാരെ താങ്ങേണ്ടി വരും. അതുകൊണ്ടാ ഈഗിൾ ബ്രോ എങ്ങനെയും വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ മൂഞ്ചും. ഒരു CPU-ല് 2 മദർ ബോർഡ് ഉണ്ട്, മനസ്സിലായ? ഒരു മദർ ബോർഡിൽ 2 CPU ഉണ്ട്. വാറ്റ ഒരു മദർ ബോർഡിൽ 2 CPU അല്ലേ? ഒരു ക്യാബിനറ്റില് 2 മദർ ബോർഡ് ഉണ്ടോ? എന്താ പറയുന്നേ? ഇല്ല സോറി 2 മദർ ബോർഡ്. അപ്പൊ 2 കാർഡ് വെക്കാൻ പറ്റൂലേ? 2 കാർഡ് വെക്കാൻ പറ്റുമോ? 2 കാർഡ് ഉണ്ടല്ലോ. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിപ്പോ ഒരു മദർ ബോർഡിൽ 2 ഇത് വെക്കാൻ പറ്റും. ക്യാബിനറ്റ് അല്ലേ വാറ്റേ, 2 CPU. ഒരു മദർ ബോർഡ് CPU എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസറാ. മദർ ബോർഡിൽ 2 CPU വെച്ചാ
2 PC ആവുന്ന എങ്ങനെയാടാ പൊട്ടാ? എടാ പറ്റും. മറ്റേ CPU ആണല്ലോ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. CPU സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ സെപ്പറേറ്റ് കോർ സെപ്പറേറ്റ് സാധനങ്ങൾ എല്ലാം സെപ്പറേറ്റ് ആയില്ലേ? അങ്ങനത്തെ ഒരു മദർ ബോർഡ് കണ്ടുപിടിച്ചോണ്ട് വന്നാ പോരെ എവിടെന്നെങ്കിലും. അല്ലെങ്കിൽ പിന്നെ മറ്റേ റാസ്ബെറി പൈ പോലെ എന്തെങ്കിലും സെറ്റപ്പ്. അല്ല ഞാൻ ചോദിക്കട്ടെ, അല്ലല്ല വെയിറ്റ് അവൻ പറഞ്ഞേ മറ്റേ മദർ ബോർഡ് ഇത് USB പോർട്ട് എല്ലാം അതിന്റെ സീൽഡ് ആണ്, അതിന്റെ ഇല്ലെന്നാ പറഞ്ഞത്. പോട്ടാ ഓക്കെ. സീൽ ചെയ്ത് അടച്ചു എടാ CPU വേറെ ഇത്. എടാ CPU എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ചേർന്ന് വരുന്നത്. അതിലെ മെയിൻ കമ്പോണന്റ് ആണല്ലോ പ്രൊസസർ. ക്യാബിനറ്റ് മീറ്റിംഗ് വെരി ഫണ്ണി ആൻഡ്രൂ, വെരി ഫണ്ണി ആൻഡ്രൂ. ഞാൻ പറയാ, നീ വാ തുറന്ന. ചന്ദ്രനോട് ചോദിക്കാം സിപിനെ പറ്റി. ചന്ദ്രൻ പറ. സെൻട്രൽ പ്രോസസ് യൂണിറ്റ് ആണ് CPU നമ്മൾ വിശേഷിപ്പിക്കുന്നത്. CPU എന്ന് പറയുന്നത് എന്തല്ലേ? എടാ അപ്പൊ CPU M എന്താ? CPU -M. അല്ല ഞാൻ ജസ്റ്റ് മറ്റേ CPIM അതുപോലെ ഉദ്ദേശിച്ചതാ. വല്ലതും ഉണ്ടെങ്കിൽ ചിലപ്പോ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലോ. ചന്ദ്ര കണ്ണാപ്പിയേ അവൻ പറയുന്നത് വേറെ ആയിരിക്കും. ചന്ദ്രൻ ഞാൻ പറയുന്നത് അതിലും വലുതായിരിക്കും ഉറപ്പാ. കണ്ണാപ്പി അങ്ങനെ ഓസി പറഞ്ഞ് നിന്നെ തകർക്കേണ്ട ആവശ്യം എനിക്കില്ല കണ്ണാപ്പി. ഞാൻ നിന്റെ അടുത്ത് അല്ലാതെ ഡയറക്റ്റ് ഏറ്റവും കൂടുതൽ തകർക്കുന്നത് ജീവിതത്തിൽ ബാബുഷേട്ടാണ് എന്നെ. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലേടാ? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ഹാർഡ്വെയർ എഞ്ചിനീയർ അല്ല. അപ്പൊ തന്നെ മനസ്സിലായില്ലേ? എല്ലാരും കൂടെ ആലോചിക്കല്ലേ. മാറ്റെന്തോ പറയുന്ന കാര്യം. ഡുവൽ മദർ ബോർഡ്, ഡുവൽ പ്രോസസർ വയ്ക്കുന്ന മദർ ബോർഡ് ഒരു PC ആയിട്ടേ കണക്കാക്കോളൂ. അതല്ല, അവൻ 2 മദർ ബോർഡ് ഉണ്ട് അവന്റെ കയ്യില്. എന്ന് നിനക്ക് അറിയെങ്കിൽ നീ വിളിച്ച് ശരിയായി കൊടുത്തൂടെ? അല്ലേ ശരിയാണ്. രായ ചരിച്ചു വെച്ചൊരു മദർ ബോർഡ്, മറ്റേ അടിയിൽ വേറൊരു മദർ ബോർഡ് ഉണ്ട്, കുഞ്ഞു മദർ ബോർഡ്, കുട്ടി മദർ ബോർഡ്. ഒരു കാര്യം പറയട്ടെ, ഇവനാണെങ്കിൽ ക്യാമറ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് അവന്റെ ഇതില് ആക്കിയിട്ട് മറ്റേതില് വൈഫൈ ടെതർ ചെയ്യാണ്. അപ്പം ഈ വൈഫൈ ടെതറിങ്ങിന്റെ ലാഗാണ് ഇപ്പൊ ഇത് വരുന്നത്. അതാണ് വൈഫൈ. രണ്ടാമത്തെ മദർ ബോർഡിന് ലാൻ കൊടുത്തിട്ടില്ല, ലാൻ കേബിൾ കൊടുത്തിട്ടില്ല. അതിന്റെ ഇതാണ് സംഭവം. ലാൻ അല്ലെങ്കിൽ HDMI വെച്ചാണെങ്കിലും ചെയ്യാമല്ലോ അളിയാ. അല്ല ലാൻ കൊടുക്കണം, പിന്നെ നെറ്റ് വേണ്ട, ഇല്ലെങ്കിൽ ബഫർ വരും. മനസ്സിലായില്ലേ? ഒരു കേബിളും കൂടി മേടിച്ചിട്ട് അതിലും കൊടുത്താൽ മതി. ഒരു കമ്പ്യൂട്ടർ എനിക്ക് തരാൻ പറയോ? ഞാൻ ചോദിച്ചാ തരത്തില്ലെന്ന് പറഞ്ഞ ഒട്ടിച്ച് വെച്ചിരിക്കുക ഒരു എണ്ണത്തില്. നിന്റെ രണ്ടാമത്തെ 58 അല്ലേ നിന്റെ ഇരിക്കുന്നത്? ഒന്നാമത്തെ 58 ഒന്നാമത്തെ കേരളത്തിലെയോ? കണ്ണാപ്പ് അല്ല, കേരളത്തിലല്ലേ, TV എന്റെ ചന്ദ്രന്റെ സെയിം. എന്റെ കേരളത്തിലെ 3ാമത്തെ 58 ആണ് കാർഡ്. എന്റേത് ഇപ്പോഴും ഇരിക്കുന്നത് ഇന്ത്യയിലെ 4ാമത്തെ 5ാമത്തെ 3070. ഒരു കുലുക്കവും 5 വർഷമായി. എന്റെ വേറൊരു കാര്യം പറയാം, എന്റെ ഇത് 3070 ഇനിയൊന്നും 3070 ഒറ്റ പരിസരം വാങ്ങല്ലേ. ഞാൻ ഇരിക്കുന്ന മാൻ ട്രക്കിനെ മാറ്റി വേറെ എടുക്കാൻ നോക്കുക. ഞാൻ ശരിക്കും സെയിൽ ചെയ്യാൻ പറയാൻ സൗകര്യമില്ല. സിബി തോമസ് ബ്രോ താങ്ക് യു 100 കിഡ്സ്. ഉണ്ണിക്കുട്ടനെ അത് ശരിയാ. എടാ ചന്ദ്ര വേറൊരു കേസ് അളിയാ 3070. ഞാൻ ഒരു കാര്യം പറയട്ടെ ചന്ദ്ര, ഞാൻ ഇപ്പോഴും ഈ സ്ട്രീം ചെയ്തോണ്ടിരിക്കുന്ന 3070 വെച്ചാ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നിന്റെ മാർക്കറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എനിക്കൊന്ന് ചന്ദ്രൻ സിം റേസിംഗിന് ഒരു റിഗ് ഉണ്ടാക്കുവാൻ തോന്നുന്നു. അതാണ് സംഭവം. അവൻ ബഗ്ഗും 3070 ആയിട്ട് വിക്ക് ചെയ്യണം. വണ്ടി വാങ്ങിയ സംഭവം വാങ്ങി ഈ നമ്മള് മെനിങ്ങാൻ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നു. പൈസ ലക്ഷക്കണക്കിന് കാശുള്ളവരൊക്കെ പുതിയ വണ്ടിയൊക്കെ എടുത്തറാ. ആരാ കണ്ണാപ്പി? ഓടെ കണ്ണാപ്പി ഉടനെ നിന്നെ പറഞ്ഞോ കണ്ണാപ്പി? എന്നെ എന്തുദ്ദേശിക്കാൻ? അല്ലെ അങ്ങനെയാണെങ്കിൽ അല്ലെ നീ എനിക്ക് 80 ലക്ഷം രൂപ ഞാൻ വണ്ടി തരാൻ റെഡിയാണ്. ഒരു കാര്യം പറയട്ടാ, നമ്മൾ 6 പേരായി ഇപ്പൊ കളിച്ചാലോ? ശരാ പോടാ. ഈഗിൾ ബ്രോ മോചിക്കുന്ന പോലെ ആയത്തില്ലേ. പെട്ടെന്ന് തുടങ്ങണം. ഈഗിൾ ബ്രോ വരുന്നതിന് മുന്നേ തുടങ്ങിയാ കളിക്കാം.
വരത്തില്ലേ? ചാടായിട്ട് വിളിച്ചു ആ വെയിറ്റ് ഓക്കെ ഓക്കെ. അവനത് ഇനി റെഡിയാക്കി അവൻ ഷോക്കായി ഇത് മൊത്തം. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ പോയിട്ട് വരാം. നീടാ ഇപ്പൊ നിന്നെ ചീത്ത വിളിക്കും, തള്ളക്കി വിളിക്കോളിയാ, കൺഫേം 100% തള്ളക്കിളി വാങ്ങിച്ചു കിട്ടിയോ. വിളിക്കൊന്നും ചെയ്യില്ലേ? നല്ല വിളിക്കും. ചന്ദ്രൻ 2 കേൾക്കുമ്പോ എനിക്ക് സന്തോഷം. അല്ലേ ശരി. എടാ എന്താ ഇത് സെറ്റ് നീ ലൈവ് വരുമോ? ഇല്ലെന്നറിയണം. അതാ സംഗതിയിലൊന്നും അറിയണം. ഇതുപോലെ പാവപ്പെട്ടവൻ ഒരുത്തന അവൻ ഇത്രയും സെറ്റ് ചെയ്തിട്ട് വിഷമിച്ചിരിക്കുകയാണ്. സത്യാളിയാ, ഇവനെ എന്തൊരു സുഖം ഇടുന്ന. ലൈവ് ടോക്ക് എന്നാ റീസ്റ്റാർട്ട് ഇടുന്നു ലൈവ് ടോക്ക്. ലാൻഡ് കേബിൾ ആണോ ലാൻഡ് കേബിൾ ഒന്ന് ഓക്കെ നോക്കൂ. എടാ അവന് ലൈവ് ഇടാൻ പറ്റും. അവനെ എന്നിട്ട് ഗോകുൽ കളിക്കുന്ന അറിയാലോ, PC ഗോകുൽ- കളിക്കുന്ന ഗോകുൽ- PC തന്നെ അവൻ ലൈവ് ഇടാൻ പറ. കളിക്കുന്ന PC ആ തന്നെ live ഇടാൻ പറ. അത്രേ ഉള്ളൂ. അത് താങ്ങാത്ത എന്ത് ദാ ഇവിടെ 3070 വെച്ച് ഞാൻ പട്ടിപ്പണി എടുപ്പിക്കുന്നത്. അവൻ കളിക്കുന്ന PC തന്നെ ലൈവ് ഇടാൻ പറ. എടാ കണ്ണാപ്പില്ല പേരാരും മാറ്റുന്നു. ഞാൻ മറ്റേ കണ്ണാപ്പിന്നാ ഫോർസ് കളിക്കണ എന്തെന്ന് ഇത് ക്യൂട്ട് ചിരി, എന്താ ചിരിയുടെ പേര്? കീപ് ദാറ്റ് ചിരിക്ക് കൊടുത്ത അവാർഡ് അത്. അല്ലെ പേര് വെക്കടിയ കണ്ണാപ്പിന്ന്. വാ 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 വാ. എടാ, അവൻ ഇനി മിക്കവാറും ഫോർസ് ഉണ്ടാവും. ഉണ്ടോ ഇല്ലേ? ആ ഫോർസ് ഉണ്ടാവുള്ളൂ. ഇത് ബാബു ഒന്ന് ഇറങ്ങിടാ പ്ലീസ്. എവിടെ ഇറങ്ങാൻ? ഇറങ്ങി പോയെ. ഇല്ല, ഞാനും എന്റെ വാറ്റും ഒരേ ഇത് ഗെയിം കളിക്കാൻ എന്നെ വാറ്റ് വിളിച്ചിട്ടാ ഞാൻ വന്നേ. ഡിസ്കോളിന്റെ പേര് തോന്നുന്നു. ഞാൻ ടിവി കണ്ണാപ്പി അവരത് മന മാറ്റി പേര്. മാറ്റി ഇത് ആരെ മാറ്റി പേര്? കണ്ണാപ്പി ഇത് മാറ്റാൻ പറ്റില്ല. ബാബുചേട്ടനല്ല വേറെ ആർക്കും അവസിട്ട് ആ പേര് മാറ്റാൻ പറ്റത്തില്ല. എടാ വാ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാ വാ. ബാബുചേട്ടൻ അങ്ങനെ പോവാണോ? ബാബുചേട്ടൻ പോവാണോ? ഇല്ല ഞാൻ കേറി. പോവും തോണാവേ. അളിയ പേടിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഗെയിമാണത്. പേടിക്കല്ലേ. അവരെ വലിച്ചു കഴിഞ്ഞാൽ അവര് എങ്ങനെ 8 വരെ കളിക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ്. എടാ ടെസി വാടാ. പേര് മാറ്റിയിട്ടുണ്ടേ. ഇവിടെ പുഷ് ടോക്ക് ചെയ്യണം ചന്ദ്ര. പുഷ് ടോക്ക് എന്താ എടാ പുഷ് ടോക്ക് എന്തിനാ? എടാ നീ ഈ VC ല് എടാ push talk മാറ്റാം ഇല്ല, താഴത്തെ VC വാ. നമ്മള് പുഷോക്കല്ലോ. അതെ അത് ബഗ്ഗാണ് ഈ VC-ക്ക്. എനിക്കും ബാലിനും പുഷ് ടോക്ക് അപ്പൊ പിന്നെ വാ, താഴെ വാ, എന്നിട്ട് SRK എടുത്ത് മേലെ ഇട്. ഇനി പറ. ഈഗിൾ ബ്രോ മൂഡ് ഔട്ട് ആണെന്നാണ് നമ്മുടെ വിശ്വാസം. ഹലോ യെസ്. ആള് ഞാൻ ഒരു കാര്യം, ഈ ഗെയിം 6 പേർക്കല്ലേ കളിക്കാൻ പറ്റുള്ളൂ. 6 പേർക്കേ പറ്റുള്ളൂ. 6 പേർക്ക് പറ്റുമോ? 6 പേർക്ക് പറ്റും. അപ്പൊ കണ്ണാപ്പി കൂട്ടുണ്ടോ? അവൻ വേറെ സ്ക്വാഡ് എന്നല്ലേ പറഞ്ഞേ? കണ്ണാപ്പി ഇല്ല, കണ്ണാപ്പിന്റെ അടുത്ത് കളഞ്ഞേരെ. ഓക്കെ കണ്ണാപ്പി ഇല്ല. ഞാൻ ഒരു ബോള് കമോൺ ഞാൻ വേറെ നീ കളി നീ PC ബഗ്ഗാണ് ഗൈസ് ഇവിടെ. ഞാൻ പാതി കളിച്ചു വെച്ചേക്കല്ലേ കളി. ബാലെന്താ കളിക്കുന്ന ഇപ്പം? ഞാൻ ഇപ്പൊ ഫുട്ബോൾ കളിച്ചോ. ഇപ്പൊ കേറാം. ബാക്ക്റൂം വരാം. കഷ്ടം ബ്രോ കഷ്ടം. നിങ്ങള് കളി, ഞാൻ പോവാം. ബൈ ബൈ. നീ ഞാൻ live ആണോ? പെണങ്ങല്ലേ? ഞാൻ ലൈവ് അങ്ങനെയാണെങ്കി എടാ ഒരുത്ത ഇവിടെ ഒന്ന് ചോദിക്കുവല്ലേ, ഡ്രീമർ ബ്രോ ബാബു ലൈവ് വരുവോ എന്റെ അടുത്ത്? ലാഗ് ഉണ്ട് ഗൈസ്. ഞാൻ ഇത്രയും നേരം പൊക്കി പറഞ്ഞില്ലേ ഗൈസ്, അതിന് കിട്ടിയതാ. വെയിറ്റ് ചെയ്യേ, ഒന്ന് ശരിയായിക്കോട്ടെ. നിന്റെ സെക്കൻഡ് അക്കൗണ്ടിലാ ബാബു അത്? എന്തോ നമ്മള് ബാക്ക്റൂം ആണോ ഗൈസ് ഇത് കമ്പൈലിംഗ് ആയണ്ട ലാഗായി. എന്റെ കത്തിപ്പോയിട്ടളിയാ കമ്പ്യൂട്ടർ. ബൈ. ഹലോ എടാ ഞാൻ കത്തിപ്പോടാ. രായൻ സാക്രിഫൈസ് ചെയ്ത് ബാബുന് വേണ്ടിട്ട്. ബാബു നന്ദിയാണ്. നീ എന്നെ മന്തി എടാ കഴിവേറി ഞാൻ തന്നെ സാക്രിഫൈസ് ചെയ്ത് എന്റെ PC ലാഗായി. എന്തിനാകെ? അല്ല എനിക്കൊന്ന് ഇൻസ്റ്റാളിങ്ങിന്റെ ഇടയിലാണെന്ന് തോന്നുന്നു ലാഗായ. എന്നാ നീ ഇറങ്ങിക്കോ. 3070 മൂഞ്ചിച്ച് കേട്ടാ വീണ്ടും. ബൈ 3070. ഞാൻ ഈ മാസം തന്നെ PC എടുക്കും കഴിച്ചു. ധൈര്യമായിട്ടിരിക്കും. ഞാൻ അറിഞ്ഞത് അറിയാ സെറ്റ് ചെയ്യണം. എവിടെ എടുക്കുന്ന PC ആ പറയത്തില്ല. അറിയത്തില്ല.